3 വർഷമായിട്ട് നടക്കാൻ കഴിയാത്ത മീര വീൽചെയർ നിന്ന് എണീറ്റ് നിൽക്കുന്നത് കണ്ട അവളുടെ വേലക്കാരി ഉടനെ അത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് അത് മീരയുടെ ഭർത്താവിന് കാണിച്ചു കൊടുക്കുന്നു. അതുകണ്ട് ദേഷ്യത്തോടു കൂടി അയാൾ മീരയുടെ അടുത്തേക്ക് പോയിട്ട് ഇതുപോലൊരു ചതിയെത്തിയെ എനിക്ക് ഭാര്യയായി വേണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. അപ്പോൾ മീര അയാളോട് എന്തൊക്കെയോ പറയാനായിട്ട് വരുമ്പോഴേക്കും അയാൾ അടുത്തുള്ള വേലക്കാരിയെ കിസ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയും. ഇവർ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളും മറ്റേ ആൾക്കാവും കിട്ടുക. ഇത് പേടിച്ചിട്ടാണ് ഭർത്താവ് ഇത്രയും നാള് വേലക്കാരുമായിട്ടുള്ള ബന്ധം സീക്രട്ട് ആക്കി വെച്ചതെന്നും എന്നാൽ ഇപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നും എല്ലാ സ്വത്തുക്കളും എനിക്ക് കിട്ടാൻ പോവാണെന്നും പറഞ്ഞ് അയാൾ മീരയോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നു. ഇവിടെയാണ് അയാൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് വന്നത്. ആ ട്വിസ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? ശരിക്കും അത് മീരയല്ലായിരുന്നു, അവളുടെ ട്വിൻ സിസ്റ്ററായ സാറയായിരുന്നു. ഇനി എന്റെ സിസ്റ്ററിന് ഇങ്ങനെ ഒരു ഭർത്താവിന് ആവശ്യമില്ലെന്ന് പറഞ്ഞ് സാറ അയാളെ അവിടെ നിന്ന് ഇറക്കി വിടും.